കോതമംഗലം 4 പാതയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ. നിർദ്ദിഷ്ട അലൈൻമെന്റ് പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്നും ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് ആക്ഷൻ കൗൺസിൽ യോഗം ചേർന്നത്. ഒപ്പം റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ആലുവ കോതമംഗലം 4 പാത പദ്ധതിയുടെ നിർദ്ദിഷ്ട അലൈൻമെന്റിൽ മാറ്റം വരുത്താതെ തന്നെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെല്ലിക്കുഴി പഞ്ചായത്ത് ആക്ഷൻ കൗൺസിലിന്റെ യോഗം ചേർന്നു. കോതമംഗലം നിയോജക മണ്ഡലം MLA ഷിബു തെക്കുംപുറം യോഗം ഉദ്ഘാടനം ചെയ്തു. 4 പാതയുടെ വീതിയെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു വീതിയാണ് ഈ 23 മീറ്റർ. ഇതിന്റെ താഴോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇതിൽ കൂടുതലുള്ള സൗകര്യങ്ങളാണ് പലപ്പോഴും എല്ലാവരും മുന്നിൽ കാണുന്നത്. അപ്പൊ 23 മീറ്ററിന്റെ ഒരു അലൈൻമെന്റ് ആണ് താൽക്കാലികമായി ഇപ്പോൾ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ആ സാധ്യത പഠനം നടത്തിയ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുകയും ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അന്ന് ഈ സ്ഥലങ്ങളിൽ ഹിയറിംഗ് നടത്തിയ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ മറ്റു റിപ്പോർട്ട് കൂടി തയ്യാറാക്കി 2 റിപ്പോർട്ടുകൾ കൂടി അടുത്ത എക്സ്പേർട്ട് കമ്മിറ്റിക്ക് സമർപ്പിക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഈ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം മേഖലയിലുള്ള ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ശക്തിയായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ സമീർ പൂക്കുഴി സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ ഇന്ദിരാഗാന്ധി കോളേജ് ചെയർമാൻ KM പരീദ്, KM മുഹമ്മദ്, MM കരീം, റഷീദ സലീം, MV റജി, വാർഡ് മെമ്പർ നജ്മ, KM മീരാൻ, CB പരീക്കുട്ടി, PP ഇബ്രാഹിം, ഫൈസൽ നടുക്കുടി, മൊയ്തു MP, മൊയ്തു മക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിർദ്ദിഷ്ട അലൈൻമെന്റിൽ മാറ്റം വരുത്താതെ തന്നെ ഭൂമി ഏറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കുകയും ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുകയും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ തന്നെ പൂർത്തിയാക്കുകയും വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.